റൂമിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ അപ്ഷീർ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കിടാൻ പോകുന്നത്. ഇതിനുവേണ്ടി നിങ്ങൾ ഒരു ഫിംഗർ സെൽഫ് സർവീസ് മെഷീനിലും പോകേണ്ട ആവശ്യമില്ല. റൂമിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഏതെങ്കിലും ബ്രൗസർ ഓൺ ചെയ്തതിന് ശേഷം അപ്ഷീർ രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്ഷീർ രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് സെർച്ച് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജ് വരുന്നതായിരിക്കും. അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന രജിസ്റ്റർ എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജിലേക്കാണ് ഓപ്പൺ ആകുന്നത്. അവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ID, ഇക്കാമ, ബോർഡർ നമ്പർ എന്നുള്ള ആ ബോക്സിൽ നമ്മുടെ ഇക്കാമ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ നമ്മുടെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ബോക്സിൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഇക്കാമ കിട്ടുമ്പോൾ നമ്മുടെ ഇക്കാമയിലൊരു മൊബൈൽ നമ്പർ നമ്മൾ എടുക്കണം. ആ ഒരു മൊബൈൽ നമ്പറാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം താഴെ കാണുന്ന കോളത്തിൽ നമ്മുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ അതിനുശേഷം താഴെ യൂസർ നെയിം എന്ന് കാണുന്നിടത്ത് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളൊരു യൂസർ നെയിം അവിടെ കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. നമ്മുടെ ഇക്കാമയിലുള്ള പേരാകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം താഴെ ഒരു പാസ്വേഡാണ് കൊടുക്കേണ്ടത്. അതും അതേപോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. നമുക്കിഷ്ടമുള്ള പാസ്വേഡ്. ഇത് മറന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുകളിൽ കൊടുത്ത അതേ പാസ്വേഡ് തന്നെ താഴെ ഒരു വട്ടം കൂടെ കൊടുക്കേണ്ടി വരും. പാസ്വേഡ് കൺഫർമേഷൻ. മുകളിൽ കൊടുത്ത അതേ പാസ്വേഡ് തന്നെ താഴെയും കൊടുക്കുക. അതിനുശേഷം ലാംഗ്വേജ് അത് നമ്മൾ അറബി എന്നുള്ളത് ഇംഗ്ലീഷ് ആക്കുക. ഇമേജ് കോഡ് നമുക്ക് വ്യക്തമല്ല എങ്കിൽ മാത്രം ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ നമ്പർ മാറ്റാവുന്നതാണ്. നമ്മൾ ആ നമ്പർ അവിടെ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഐ ഹാവ് റീഡ് ആൻഡ് അക്സെപ്റ്റ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ പുതിയൊരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു പേജ് ഓപ്പൺ ആകുന്നതാണ്. യുവർ അക്കൗണ്ട് ഹാസ് ബീൻ രജിസ്റ്റേർഡ്. നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നമ്മൾ നഫാത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നഫാത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അവിടെ നമ്മൾ അലോ കൊടുക്കാനുള്ള അലോ കൊടുക്കുക. സെറ്റിങ്സിൻ്റെ ഈ ഐക്കണുള്ള ഈ താഴെ കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലാംഗ്വേജ് മാറ്റാൻ വേണ്ടി ഇംഗ്ലീഷ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ഷീർ സെൽഫ് സർവീസ് എന്ന ഏറ്റവും മുകളിലുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ വരുന്ന ആക്റ്റീവ് യുവർ നാഷണൽ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം പുതിയൊരു പേജാണ് ഓപ്പൺ ആകുന്നത്. ഇവിടെ നമ്മുടെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള പാസ്വേഡ് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP കോഡ് വരുന്നതായിരിക്കും. അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇക്കാമ എക്സ്പയറി ഡേറ്റ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അത് നമുക്ക് അറബിയിൽ വേണമെങ്കിൽ അറബിയിൽ ആക്കാം, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ആക്കാം. ഏതാണ് നമുക്ക് അറിയാമെന്ന് ആ രീതി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഫേസ് സ്കാനിങ് ആണ് വരുന്നത്. കറക്റ്റായിട്ട് റൗണ്ടിൻ്റെ സെൻറ്ററിൽ തന്നെ നമ്മൾ ഫേസ് കാണിക്കുക. അതിനുശേഷം ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ അപ്ഷീർ അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ്. ചെക്ക് ആഫ്റ്റർ 10 മിനിറ്റ്. 10 മിനിറ്റിന് ശേഷം നമ്മുടെ അപ്ഷീർ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.